ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിൻഡോസ് 11 ഉപയോഗിക്കുന്ന ഒരു 125 ഷോർട്ട് കട്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ജോലി വളരെ എളുപ്പമാക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ട്സുകളാണ്. ഞാനും അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട്സുകളാണ്, ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ഈ ടാസ്ക് ബാറിൽ, ഇതാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാസ്ക് ബാറിൽ വരുന്ന ഐക്കൺസുകളെല്ലാം നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിലൊന്നാമതായിട്ട് വിൻഡോസ് കീ +1 നമുക്ക് ആദ്യം വരുന്നത് ഏതാണോ അതായത് ഇവിടെ തൊട്ട് ഈ 1, 2, 3 എന്ന് പറയുന്നത് ഇതിൽ ഡീഫോൾട്ട് ഉള്ളതാണ്. നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇവിടെ തൊട്ട്. അതായത് ഏതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഇവിടെ കിടക്കുന്നത് ഇതെല്ലാം അതിന്റെ നമ്പറിന്റെ മുറയ്ക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ 1 അടിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലോറർ ആണ് ആദ്യം കിടക്കുന്നത്, അതുകൊണ്ട് എക്സ്പ്ലോറർ വന്നു. ഇനി നമുക്ക് വിൻഡോസ് കീ +2 അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ വരും. അതിന് വിൻഡോസ് കീ അതിന്റെ തേർഡ് ഓപ്ഷൻ വരും. അത് കഴിഞ്ഞ് വിൻഡോസ് കീ +4, അത് കഴിഞ്ഞ് ഫോർത്ത് ആയിട്ട് കിടക്കുന്ന സാധനം വിൻഡോസ് കീ +5 ഫിഫ്ത്ത് ഓപ്പൺ ആകും. സിക്സ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് സെവൻത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് എയ്ത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. അങ്ങനെ അതുപോലെ 9 എന്ന് പറയുന്നത് 9th ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. അത് കഴിഞ്ഞ് 0 എന്ന് പറഞ്ഞാൽ 10th ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇനി നമുക്ക് ഈ ടാസ്ക് ബാറിലുള്ള എല്ലാ ആപ്ലിക്കേഷന്റെയും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഓപ്ഷൻ എങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. വിൻഡോസ് കീ ഓൾട്ട് അടിക്കുക, +1 അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഏതൊക്കെയാണ് കാണിക്കും. അതുപോലെ തന്നെ 2, അതുപോലെ 3, 4, 5, 6, 7, 8, 9, 0. അടുത്തത് വിൻഡോസ് ടി അടിച്ചാൽ നമുക്ക് ഈ താഴത്തുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ ടാബ് ചെയ്യാം. ടി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടാബ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓരോരോ ആപ്ലിക്കേഷൻ ടാബ് ചെയ്തിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണോ അതിൽ എൻ്റർ ചെയ്താൽ മതി. അടുത്തത് വിൻഡോസ് കീ +Q, നമ്മുടെ സെർച്ച് ബാർ ഓപ്പൺ ആയി വരും. അതേപോലെ തന്നെ വിൻഡോസ് കീ +S അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിന്റെ ആ വിൻഡോ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അടുത്തത് വിൻഡോസ് കീ +W, വെതറിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അടുത്തത് വിൻഡോസ് കീ +C, അതായത് നമ്മുടെ ടീംസിന്റെ ചാറ്റ് ഓപ്പൺ ആയി വരും. അടുത്തത് വിൻഡോസ് കീ +F, ഫീഡ്ബാക്ക്. അടുത്തത് യൂസ്ഫുൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറെ ഷോർട്ട് കട്ട്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനകത്തിൽ ആദ്യത്തേത് വിൻഡോസ് കീ +G എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ബാർ ഓപ്പൺ ആയി വരും. അതേപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ ഓൾട്ട് +W, ഇത് തന്നെയാണ്, അത് ഗെയിം ബാർ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് എക്സ്, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വിൻഡോസ് കീ +F1, അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്ത് മൈക്രോസോഫ്റ്റിനെ കുറിച്ചുള്ള ഹെൽപ്പ് വേണോ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് കീ +Ctrl +L എന്ന് പറഞ്ഞാൽ ലൈവ് ക്യാപ്ഷൻസ്, അതായത് ഈ നമ്മൾ കണ്ണ് കാണാൻ മേലാത്തവർക്കും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലൈവ് ക്യാപ്ഷൻസ് എന്ന് പറയുന്ന സാധനം. അടുത്തെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ചെയ്യാം, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യണം. ഫയൽ സേവ് ചെയ്യേണ്ടി നമ്മൾ പോയി ഫയൽ എടുത്ത് സേവ് ചെയ്യല്ല, അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അത് ഏത് ആപ്ലിക്കേഷൻ ആയാലും നമുക്ക് Ctrl+S അടിച്ചാൽ ഇത് സേവ് ആകും. ഓക്കെ, അതേപോലെ തന്നെ Ctrl+Shift+S അടിച്ചാൽ ഇത് സേവ് ആസ് ആകും. മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷനിലല്ല, മറ്റുള്ള ഇപ്പോൾ ഓട്ടോകാഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ Ctrl+Shift+S അടിച്ചു കഴിഞ്ഞാൽ സേവ് ആസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ Ctrl+O എന്ന് പറഞ്ഞാൽ ഏതൊരു ആപ്ലിക്കേഷനിലായാലും പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് Ctrl+P എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് പ്രിവ്യൂ എടുക്കാൻ വേണ്ടി, അതായത് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആണ് Ctrl+P. അടുത്തെന്ന് പറഞ്ഞാൽ Ctrl+Shift, ഏതാണ് ഐറ്റത്തെ ഡ്രാഗ് ചെയ്തിടുക, അത് അവിടെ ഒരു ഷോർട്ട് കട്ടായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇതിന്റെ ചോട്ടിലായിട്ടുണ്ട് ഒരു ആരമുണ്ട്, ഇത് ഷോർട്ട് കട്ടാണ്. നമുക്കിത് കുറേ കിടപ്പുണ്ട്. ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഫയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളത് ഒന്നിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും സെലക്ട് ആവും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ Ctrl+A അടിച്ചാൽ എല്ലാം സെലക്ട് ചെയ്യും. Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കോപ്പി എടുക്കാം. അതുപോലെ തന്നെ Ctrl+V കൊടുത്താൽ അത് ഫുള്ള് പേസ്റ്റ് ആകും. അതുപോലെ തന്നെ ഇവിടുന്ന് Ctrl+X അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ആകും. ഓക്കെ, ഇനി Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് അൺഡു ആകും. Ctrl+Y അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ റീഡു ആകും. അടുത്ത നമ്മുടെ ഗെയിം ബാറിനുള്ളിൽ ഈ ഗെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുക, നമ്മളിപ്പോൾ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാനായിട്ട് വിൻഡോസ് കീ +Alt+R അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് വിൻഡോസ് കീ +Alt+M അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഈ മൈക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളുടെ റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കാറുണ്ട്. ഇത് അങ്ങനെ പോകാതെ കളയണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട്
അതിൽ ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാം കൂടെ ഒന്നിച്ച് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയിക്കോളും. നമ്മൾ പിന്നെ റീസൈക്കിൾ ബിന്നിൽ പോയി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ഷോർട്ട് കട്ട്സുകളെന്ന് നമുക്ക് നോക്കാം. വിൻഡോസ് കീ പ്ലസ് പ്രിന്റ് സ്ക്രീൻ അടിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് കണ്ടു. അതായത് പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ആ ഒരു പിക്ചർ വന്ന് കിടപ്പുണ്ടാവും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് സ്ക്രീൻഷോട്ട്, അതായത് ക്ലിപ്പിംഗ് ടൂളാണ്. അതായത് നമുക്ക് ഏതൊക്കെ ഭാഗം വേണം എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അടിക്കാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റി കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോസ് 11 അതിനകത്തിൽ നമുക്ക് ആദ്യം വിൻഡോസ് കീ കൺട്രോൾ പ്ലസ് എൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ നറേറ്റർ എന്ന് പറഞ്ഞ ഓപ്പൺ ആയിട്ട് വരും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് എൻ്റർ നേരെ പോകുന്ന നറേറ്ററിലേക്കാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വാക്കുകളും വേർഡുകളെല്ലാം കറക്റ്റ് അത് വോയിസ് ഓവർ ആയിട്ട് നമുക്കത് മുഴുവൻ കേൾക്കാൻ പറ്റും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് യു നമുക്ക് ആക്സസിബിലിറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് എം, അതായത് ആക്സസിബിലിറ്റിയിൽ നമുക്ക് മാഗ്നിഫയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ വിൻഡോസിൽ അതിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് വിൻഡോസ് കീ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ സൂം ചെയ്യും. വിൻഡോസ് കീ പ്ലസ് മൈനസ് അടിച്ച് കഴിഞ്ഞാൽ അതേ സൂമിങ് ചെറുതാകും. വിൻഡോസ് കീ പ്ലസ് എസ്കേപ്പ് കൊടുത്ത് ഇത് മുഴുവൻ പൊക്കോളും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ മാഗ്നിഫയറിൽ തന്നെ ഇരിക്കുമ്പോൾ കൺട്രോൾ ഓൾട്ട് ഡി അടിച്ചു കഴിഞ്ഞാൽ അത് മേളിൽ നമുക്ക് കാണാൻ പറ്റും. ഡോക്കിംഗ് ആയിട്ട് സൂം ചെയ്തുള്ള വീഡിയോ കാണാൻ പറ്റും. പിന്നെ അത് ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം കൺട്രോൾ ഓൾട്ട് എഫ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫുൾ സ്ക്രീൻ ആകും. അതുപോലെ തന്നെ കൺട്രോൾ ഓൾട്ട് എല് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അതായത് നമുക്ക് അതിൽ സൂം ഔട്ട് ചെയ്ത് കാണാൻ വേണ്ടിയുള്ളൊരു വസ്തുവാണിത്. ഓൾട്ട് കൺട്രോൾ മൗസ് സ്ക്രോൾ ഇത് നമുക്ക് മാഗ്നിഫൈയിങ് ലെൻസായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനെ മാഗ്നിഫൈയിങ് ലെൻസായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഓൾട്ട് കൺട്രോൾ ആരോ കീസ് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ നീക്കാൻ പറ്റും. മേളിലേക്ക് താഴത്തേക്കെല്ലാം നീക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള ഷോർട്ട് കട്ട്സ് ആണ് കൺട്രോൾ ഓൾട്ട് ആരോ കീസ്. ഇനി വിൻഡോസ് എസ്കേപ്പ് അടിച്ചാൽ അതെല്ലാം പോകും. അടുത്തെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷന് അതുപോലെ തന്നെ ആക്ഷൻ സെന്ററിലേക്കുള്ള കുറെ ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഏതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് എൻ, ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ ഏരിയ കയറി വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് എ, നമ്മുടെ ആക്ഷൻ സെന്റർ ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സ്ക്രീനിലെ ആ ഒരു ഓപ്ഷൻ കയറി വരും. അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് പി നമുക്ക് പ്രൊജക്ട് ചെയ്യാം, നമ്മുടെ സ്ക്രീൻ മറ്റൊരു ഡിവൈസിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ടൈപ്പിങ്ങിന് ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട്സുകൾ നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് വിൻഡോസ് കീ പ്ലസ് എച്ച് നമുക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ പറ്റും. അതിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് വി നമ്മുടെ ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ആയി വരും. നമ്മൾ പലതവണ നമുക്ക് എപ്പോഴും ഉണ്ടാകും, നമ്മൾ കോപ്പി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരിക്കൽ കോപ്പി ചെയ്ത് അങ്ങ് പോകും, പിന്നെ രണ്ടാമത് വീണ്ടും പോയി കോപ്പി ചെയ്യേണ്ടി വരും. ഇതങ്ങനെയില്ല. ഇത് കോപ്പി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്നോളും. ഈ ക്ലിപ്പ് ബോർഡിൽ കിടന്നു നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചാൽ ഇവിടെ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കിടന്നോളും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. അതിനുള്ള എളുപ്പത്തിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. അടുത്ത പറഞ്ഞാൽ വിൻഡോസ് കീ കൺട്രോൾ ഓ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ സ്ക്രീൻ കീബോർഡ് നമുക്ക് ഇതിനകത്തിലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മുടെ സാധാരണ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ വിൻഡോസ് കീ പ്ലസ് ഒരു കോമയുള്ള സാധനം അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലെ ഇമോജി ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് വിൻഡോസ് കീ പ്ലസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഫുൾ സ്റ്റോപ്പിന്റെ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഇമോജി കീബോർഡ് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ അടുത്ത വിൻഡോസ് കീ പ്ലസ് നമ്മുടെ സ്പേസ് ബാർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തിൽ ഇങ്ങനെ ലാംഗ്വേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തത് ഈ വിൻഡോസിന് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഭാഗമാണ് വിൻഡോസ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കീബോർഡ് ഷോർട്ട് കട്ടുകളാണ് നമ്മളിപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനകത്തിൽ വിൻഡോസ് കീ കൺട്രോൾ പ്ലസ് ഡി വെർച്വൽ ആയിട്ട് ഒരു കീബോർഡ് ഒരു ഡിസ്പ്ലേ എടുക്കാം. ഇത് കണ്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ ഡെസ്ക്ടോപ്പുകൾ ക്ലോസ് ചെയ്യാനായിട്ട് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് F4 അടിച്ചാൽ അതിങ്ങനെ ക്ലോസ് ആയി പോയിക്കൊണ്ടിരിക്കും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് ടാബ് അടിച്ചാൽ അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏതൊക്കെ വിൻഡോസ് ആണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കാണിക്കും. അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അടുത്തത് അതായത് ഇപ്പം നമ്മളൊരു വിൻഡോ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോസ് കീ പ്ലസ് കോമ അടിച്ച് കഴിഞ്ഞാൽ നേരെ ഡെസ്ക്ടോപ്പ് പോയിട്ട് ഒന്നുകൂടെ നോക്കിയാൽ തിരിച്ചു വരും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് ടാബ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ മാറ്റി ടാബ് അടിക്കും തോറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അടുത്ത പറഞ്ഞാൽ നമ്മളുടെ ഈ കാണുന്ന ഒരു വിൻഡോ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കണം. അതിന് വിൻഡോസ് കീ പ്ലസ് F11 അടിച്ചാൽ നമുക്ക് ഫുൾ സ്ക്രീനിലായിട്ട് വരും. അത് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ പിന്നെയും ചെറുതാവും. അടുത്തത് വിൻഡോസ് ഡി എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് പോകും.
നേരെ ഡയറക്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് അപ്പോൾ കുറേ ആപ്ലിക്കേഷൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെസ്ക്ടോപ്പിലേക്ക് പോകാൻ വിൻഡോസ് കീ പ്ലസ് ഡി അടിച്ചാൽ. അടുത്തത് ഇപ്പം നമുക്ക് ഇങ്ങനെ കുറേ വിൻഡോസ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇത് ഒഴിച്ച് വേർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം മിനിമൈസ് ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻഡോസ് കീ പ്ലസ് ഹോം അടിച്ച് കഴിഞ്ഞാൽ അത് മാത്രം നിന്നിട്ട് ബാക്കിയുള്ളതെല്ലാം മിനിമൈസ് ആയി പോകും. അടുത്തത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡബ്ല്യു അടിച്ച് ആ വിൻഡോ ക്ലോസ് ആയി പോകും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് ഇസഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഡോക്കിങ്ങിനുള്ള ഐറ്റം വരും. അതായത് സ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് സ്നാപ്പ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് പോകും. ഒന്നും അടിച്ചിട്ട് നമുക്ക് ഈ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. പിന്നെ വിൻഡോസ് കീ എം മിനിമൈസ് ചെയ്യും. എല്ലാ വിൻഡോസിനെ മിനിമൈസ് ചെയ്ത് വിടും. പിന്നെ വലുതായി കിടക്കുന്ന ഈ വിൻഡോയെ നമുക്ക് സ്നാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിൻഡോസ് കീ അടിച്ചിട്ട് ലെഫ്റ്റ് അടിക്കാമെങ്കിൽ ലെഫ്റ്റ് പോകും, റൈറ്റ് അടിച്ചാൽ റൈറ്റ് വരും. മേളിലേക്ക് വലുതാ ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ മേളിലോട്ടുള്ള ആരെയൊക്കെ മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ടിലേക്ക് കഴിഞ്ഞാൽ ചെറുതായിട്ട് മിനിമൈസ് ആയി പോകും. ഇനി അടുത്ത നമുക്ക് ഫയൽ എക്സ്പ്ലോററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കീബോർഡുകൾ ഷോർട്ട് കട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോസ് കീ പ്ലസ് ഇ അടിച്ചാൽ നമുക്ക് എക്സ്പ്ലോറർ ഓപ്പൺ ആക്കി എടുക്കാം. അതിനകത്ത് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് ടി പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ അടുത്തൊരു ടാബും കൂടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ എൻ രണ്ടാമത് പുതിയ വിൻഡോ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഭയങ്കര ആവശ്യമുള്ളൊരു സാധനമാണ്. പെട്ടെന്ന് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻഡോസ് കീ കൺട്രോൾ ഷിഫ്റ്റ് എൻ അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാവും. അടുത്തത് കൺട്രോൾ ഇ നമുക്ക് ഇവിടുത്തെ സെർച്ച് ബാറിൽ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് പി നമുക്ക് ഇവിടുത്തെ പ്രിവ്യൂ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വിൻഡോസ് ഓൾട്ട് പി അടിച്ചു കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അടുത്തത് കൺട്രോൾ മൗസ് സ്ക്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വ്യൂ മാറ്റാൻ പറ്റും. കൺട്രോൾ അടിച്ചിട്ട് നമ്മൾ മൗസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ വ്യൂസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ കൺട്രോൾ F4 അടിച്ചാൽ നമുക്ക് ഇതിന്റെ അഡ്രസ് ബാറിൽ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ഓൾട്ട് ഡി അടിച്ചു കഴിഞ്ഞാൽ അഡ്രസ് ബാർ ഫുള്ളായിട്ട് സെലക്ട് ആകും. അടുത്തത് ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓൾട്ട് എൻ്റർ അടിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ തന്നെ ഷിഫ്റ്റ് F10 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ആരോ കീസ് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പുറകിലേക്ക് പോകും, റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ അപ്പ് ആരോ അടിച്ച് അതിൻ്റെ പേരൻറ്റ് ഫോൾഡറിലേക്ക് പോകും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ലോക്ക് പ്ലസ് അടിച്ചാൽ അതിങ്ങനെ എക്സ്പാൻഡ് ആയി വരും. അതുപോലെ തന്നെ നമ്പർ ലോക്ക് മൈനസ് അടിച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. അടുത്തത് വിൻഡോസ് കീ ഓൾട്ട് വി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും ഓരോരുത്തരുടെ. ഇത് കണ്ടാണ് വിൻഡോസ് കീ ഓൾട്ട് വി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. അതേപോലെ തന്നെയാണ് വിൻഡോസ് ഓൾട്ട് ഇ അടിച്ചാലും പ്രോപ്പർട്ടീസ് വരും. അപ്പോൾ ഇത് സെലക്ട് ചെയ്താണ് ഓൾട്ട് വിൻഡോസ് കീ ഓൾട്ട് ഇ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. ഇനി അടുത്തത് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ഷോർട്ട് കട്ടുകളാണ്. ഈ വിൻഡോസ് കീ പ്ലസ് F5 അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്രഷ് ആണ്. ഇനി വെറും F5 അടിച്ചാലും റിഫ്രഷ് ആകും. അതേപോലെ തന്നെ വിൻഡോസ് കീ കൺട്രോൾ R അടിച്ചാലും റിഫ്രഷ് ആകും. അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടുകളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിൻഡോസ് കീ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ വിൻഡോസിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരും. അതേപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് അല്ല ഡെസ്ക്ടോപ്പിന്റെ കീബോർഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പോസ് ബ്രേക്ക് എന്ന് പറഞ്ഞുള്ള ഒരു പോസ് ഓർ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഒരു ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ വിൻഡോസ് കീ അടിച്ചിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം പ്രോപ്പർട്ടീസ് നമുക്ക് ഓപ്പൺ ആയി വരും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് R നമ്മുടെ ഇവിടുത്തെ റൺ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമുക്ക് റൺ ഇതിലേക്ക് അടിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടുത്തത് വിൻഡോസ് ഓൾട്ട് കെ അടിച്ചാൽ മൈക്ക് മ്യൂട്ടായി പോകും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് എസ് അടിച്ചാൽ സ്പീച്ച് റെക്കഗ്നേഷന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അടുത്തത് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ പ്ലസ് F നമുക്ക് ഇതിനകത്തില് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിലെ കമ്പ്യൂട്ടറുകളെ കുറിച്ച് ഏതെങ്കിലും കമ്പ്യൂട്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ഇതിനകത്ത് കൂടെ നമുക്ക് ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് ബി അടിച്ചാൽ നമുക്ക് ഇവിടെ HDRന്റെ ഓൺ ആണ്, HDR ഉള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ HDR ഓൺ ഓഫും കാണിക്കും. അടുത്തത് ഓൾട്ട് ഷിഫ്റ്റ് പ്രിന്റ് സ്ക്രീൻ നമുക്കിവിടെ ഹൈ കോൺട്രാസ്റ്റ് സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അടുത്തത് ഓൾട്ട് ഷിഫ്റ്റ് നമ്പർ ലോക്ക് ഇത്ര അടിച്ചു കഴിഞ്ഞാൽ മൗസ് കീസ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്ത തന്നെ സിസ്റ്റം സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാനുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളാണ്. അതിൽ ഒന്നാമത് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് F4
അടുത്തത് വിൻഡോസ് കീ പ്ലസ് എൽ നമുക്ക് ലോഗ് ഓഫ് ആയി. പിന്നെ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. അടുത്തത് വിൻഡോസ് കീ, നമ്മുടെ സ്റ്റാർട്ട് മെനു. അടുത്തത് കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ്, ടാസ്ക് ബാർ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിൽ ടാസ്ക് ബാർ ഓപ്പൺ ചെയ്ത് ലോക്ക് ചെയ്യാം, സൈൻ ഔട്ട് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ്, ഡയറക്റ്റ് നമ്മൾ ടാസ്ക് മാനേജറിലേക്ക് പോകും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് ജി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ഗെയിം ബാറിൽ തന്നെ കുറെ ഷോർട്ട് കട്ടുകളായിട്ട് നമുക്ക് കണ്ടുവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്തിൽ. ഈ ഒരു ക്യാപ്ചറിൻ്റെത്, അതുപോലെ ക്യാപ്ചറിന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് പ്രിന്റ് സ്ക്രീൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ ലാസ്റ്റ് 30 സെക്കൻഡ്സിന്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് ജി അടിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് ആർ അടിച്ചാൽ മതി. അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെ വിൻഡോസ് കീ പ്ലസ് ഓൾട്ട് പ്ലസ് എം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്.